വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ റോജി സെബാസ്റ്റ്യൻ. ദൈനംദിന ജീവിതത്തിൽ നാം ഏറ്റവും അധികം കേൾക്കുന്നതും ഒരുപക്ഷെ ഉപയോഗിക്കുന്നതുമായ ഒരു പദമാണ് ടെൻഷൻ അഥവാ മാനസിക സമ്മർദ്ദം. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും ടെൻഷനാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. കുഞ്ഞു മനസ്സുകൾക്കും പിരിമുറുക്കമോ എന്ന് ഒരു 50 വർഷം പുറകിലുള്ള ലോകവുമായി താരതമ്യം ചെയ്താൽ ഇന്നത്തെ ലോകം ഒരുപാട് സൗകര്യങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. 90കളിലെ യുവതലമുറ പലതിനും വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറായിരുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെങ്കിൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി അത് അടുപ്പിൽ വെച്ച് വേവിച്ച് കഴിക്കണമായിരുന്നു. ആ ഇടവേള സമയം അവർ ആസ്വദിച്ചിരുന്നു. ഒരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററുകളിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണമായിരുന്നു. ഇന്ന് സെൻസുകൾക്ക് മാറ്റം വന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ മുൻപിലെത്തും. ടിക്കറ്റിൻ്റെ കാര്യം അങ്ങനെ തന്നെ. ഒന്നിനു വേണ്ടിയും കാത്തിരിക്കേണ്ടി വരാത്ത ഈ ജീവിതശൈലി അനുവർത്തിക്കുന്നവർക്ക് ചെറിയ പ്രശ്നങ്ങളെപ്പോലും നേരിടുവാനുള്ള കരുത്ത് നഷ്ടപ്പെടും. കാർഷിക മേഖല പ്രധാന സാമ്പത്തിക സ്രോതസ്സായി നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യജീവിതം മണ്ണിനോട് ഇഴുകിച്ചേർന്നു പോന്നു. പ്രകൃതിയുടെ സ്വച്ഛതയും കുളിർമയും മനുഷ്യനും സ്വന്തമായിരുന്നു. വ്യാവസായിക മേഖലയിലും ടെക്നോളജിയിലും വന്ന വികസനം ജോലി മേഖലയിലെ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. ജോലി മേഖലയിലെ കടുത്ത മത്സരം ജീവനക്കാരിൽ മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കി. കുടുംബബന്ധങ്ങൾ അണുകുടുംബത്തിലേക്ക് ഒതുങ്ങിയപ്പോൾ പങ്കുവെക്കൽ ഒരളവ് വരെ നഷ്ടപ്പെട്ടു. പേരൻസിൻ്റെ മാനസിക വ്യാപാരങ്ങൾ കുട്ടികളുടെ മാനസിക നിലയും സാരമായി ബാധിക്കുന്നു. കുട്ടികളിൽ മാതാപിതാക്കൾക്കുള്ള അമിത പ്രതീക്ഷയും അവരിൽ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നു. പരീക്ഷകളിലുള്ള പരാജയത്തെ ഭയന്ന് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി ആത്മഹത്യയുടെ തുരുത്തുകളിൽ ഒളിക്കുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ്. ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കാര്യമായ പങ്കുവഹിക്കുന്നു. വറുത്തതും പ്രോസസ്സ് ചെയ്തതുമായ ഭക്ഷണവസ്തുക്കൾ സ്ട്രെസ് ലെവൽ അധികമാക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളിലെ മായങ്ങളുടെ സാന്നിധ്യം തുല്യ പങ്കുവഹിക്കുന്നു എന്നതും വലിയ വെല്ലുവിളി ഉയർത്തുന്നു. അനാവശ്യമായ മത്സരവും വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. ആകയാൽ അയൽവാസികളും ബന്ധുക്കൾ തമ്മിലും സുഹൃത്തുക്കൾ തമ്മിൽ പോലും മത്സരബുദ്ധിയോടെ പെരുമാറുന്നു. കേമത്വം തെളിയിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ നമ്മുടെ മനസ്സുകൾ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു പോകും എന്ന് നമ്മൾ അറിയാതെ പോകുന്നു. എന്താണ് ഇതിനൊരു പരിഹാരം? സ്വച്ഛവും സംതൃപ്തി നിറഞ്ഞതുമായ ഒരു ജീവിതം കണ്ടെത്താൻ നാം സ്വയം ശ്രമിക്കുക എന്നതാണ് പരമപ്രധാനം. വായനാശീലം, വ്യായാമം, ധ്യാനം എന്നിവയൊക്കെ മനസ്സിന് സ്വസ്ഥത നൽകുവാൻ പ്രാപ്തമാണ്. ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ജീവിതചര്യ ആക്കുന്നത് നമ്മളിൽ സന്തോഷവും സംതൃപ്തിയും വളർത്തും. ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നതും കുറച്ച് സമയം നടക്കുന്നതും ശരീരത്തിന് ഉന്മേഷം പകരും. സ്വച്ഛമായ ഉറക്കം തലച്ചോറിനെയും ചിന്തകളെയും ശാന്തമാക്കും. പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പോസിറ്റീവായുള്ള ചിന്തകൾ പ്രതീക്ഷ നിറഞ്ഞതും സംതൃപ്തി നിറഞ്ഞതുമായ ജീവിതത്തിൻ്റെ മുന്നോടിയാണ്. ആഴമായ ദൈവവിശ്വാസം ശാന്തതയോടും വിവേകത്തോടും ജീവിക്കുവാൻ നമുക്ക് കരുത്ത് പകരും. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ റോജി സെബാസ്റ്റ്യൻ.